ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ SM സ്ട്രീറ്റിലെ മിഠായി തെരുവ് അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇത് വരിയോരക്കച്ചവടം എടുത്തു എന്നല്ല എടുത്തത്, ഇതൊരു കടയ്ക്കുള്ളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഷർട്ടിനൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് 100 രൂപയേ ഉള്ളൂ. എങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇത് SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു കടയാണ്. CM റെഡിമെയ്ഡ്സ് എന്നാണ് ഈ കടേൻ്റെ പേര്. അപ്പോൾ ഈ കാണുന്ന ടീഷർട്ടൊക്കെ ഇതിനൊക്കെ സ്റ്റാർട്ടിങ് 50 രൂപയാണ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ജീൻസ്, നല്ല ഷർട്ടുകൾ, ഇതൊക്കെ 100 രൂപ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. ഷർട്ടൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. മിക്ക ഷർട്ടുകളും നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയും ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തോന്നിക്കുന്നുണ്ട്. ഈ ഷർട്ടൊക്കെ നമ്മൾ 500 രൂപയ്ക്ക് ഒരു ഷർട്ട് എടുക്കുന്നിടത്ത് 5 ഷർട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ കടയിൽ കയറിയാൽ തന്നെ. കാണുന്ന ടീഷർട്ടില്ലേ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. ഇതിനൊക്കെ 100 രൂപ വിലയാണ്. ആ ചേച്ചിൻ്റെ ഇരിക്കുന്ന ഷർട്ടില് അതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. ഈ കാണുന്ന ജീൻസിനൊക്കെ 100 രൂപ റേറ്റാണ് തുടങ്ങുന്നത്. ജീൻസൊക്കെ 100 ഷർട്ടൊക്കെ ഒക്കെ 350 350 അവിടെ 350 അവിടെ 200 ഇവിടെ നല്ല കളക്ഷൻ ബ്രാൻഡ് സാധനം 350 ഡീസൽ നല്ല കമ്പനി സാധനം കേട്ടോ, ബ്രാൻഡ് സാധനം കേട്ടോ. ഡീസൽ നല്ല സാധനം ഒക്കെ 350 ഇത് 1000 ഒക്കെ വരുന്ന കഷേട്ടാണ്. ഇതൊക്കെ 1000 വരുന്നത് പക്ഷേ വരുന്നത് 350 ഷർട്ടിനൊക്കെ വില വരുന്നത് 350 ആണ്. ഇതിൻ്റെ ക്ലോത്ത് ഇല്ലേ അതാണ് ഒരു നൈസായിട്ടുള്ളൊരു ക്ലോത്താണ്. ഭംഗി തോന്നിക്കുന്നുണ്ടായിരുന്നു. ഇത് ജോർജറ്റിൻ്റെ മോഡൽ വരുന്ന ക്ലോത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ജോർജറ്റിൻ്റെ ഒക്കെ തുണിയിൽ അതുപോലെ സിമ്പിൾ വർക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കുറേ കളറുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഷർട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇന്നറായിട്ട് വൈറ്റ് കളറിലെ ടീഷർട്ട് ഇടേണ്ടി വരും. ആ ചേച്ചി എടുത്തേക്കുന്ന തുണിയില്ലേ ആ ഷർട്ട്, അത് ആ ക്ലോത്തില്ലേ അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. ഒരു ബെൽബെറ്റ് അല്ല, എന്നാൽ അത് ഇടുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ്. പിന്നെ ഇതൊക്കെ 350ൻ്റെ ഷർട്ടാണ്. പിന്നെ 250ൻ്റെ ഷർട്ടും ഉണ്ട്. മുൻപിൽ ഇട്ടിരിക്കുന്ന ഷർട്ടൊക്കെ ഇല്ലേ അവിടെ കൂട്ടിയിട്ടിരിക്കണം, അതൊക്കെ 100 രൂപ ടൈപ്പാണ് വരുന്നത്. 100 രൂപ ഷർട്ട്, 250 രൂപ ഷർട്ട്, 350 രൂപ ഷർട്ട്, അങ്ങനെയാണ് വില വരുന്നത്. ഡ്രസ്സുകളൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു, ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്ലോത്ത് ഇതിൻ്റെ തുണിയില്ലേ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് വരുന്നത്. ഈ പിങ്ക് കളറിലെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഇത് പോളിസ്റ്റർ അല്ല, ഇത് എന്നാൽ കോട്ടൺ ബ്ലെൻഡഡും അല്ല, ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടണാണ്. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ബെൽബെറ്റ് പോലൊക്കെ വരുന്ന ആ ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഈ കാണുന്ന ജീൻസ് ഇല്ലേ ഇതൊക്കെ 550 350 ആ റേറ്റൊക്കെയാണ് വരുന്നത്. ആ ചേച്ചീൻ്റെ കയ്യിലിരിക്കുന്ന പാൻറ്റില്ലേ ജീൻസ് അതിനൊക്കെ വില വരുന്നത് 350 രൂപയാണ്. പിന്നെ ഡീസലിൻ്റെ പേരെഴുതിയ പാൻറ്റിൽ ഡീസൽ അത് ആ ടൈപ്പിലെ പാൻറ്റില്ലേ അതിനും 350 550 അങ്ങനെ പല റേറ്റിലുണ്ട്, പല റേറ്റിലും അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് 100 രൂപ വരുന്ന ജീൻസും ഉണ്ട്. കുട്ടികളുടെ ജീൻസിനൊക്കെ സ്റ്റാർട്ടിങ് 100 രൂപ, പിന്നെ വലിയവരുടെ ജീൻസും ഉണ്ട്, അതിൽ 100 രൂപയൊക്കെ വരുന്നതുണ്ട്. പിന്നെ ജെൻസിൻ്റെ കളക്ഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട്, അതേ ഉള്ളൂ. ഗേൾസ് ടൈപ്പ് അങ്ങനത്തെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ 100 രൂപയുടെ പാൻറ്റ് പറഞ്ഞില്ലേ ജീൻസ്, അതൊക്കെ ഈ കാണുന്നതാണ്. ഇതൊക്കെ 100 രൂപ റേറ്റ് വരുന്നതാണ്. അപ്പോൾ ജീൻസൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. 100 രൂപയുള്ളതെന്ന് വെച്ചിട്ട് നമ്മൾ ഡാമേജ് ഉണ്ടോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 50 രൂപയാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത്. 50 രൂപയിൽ ടീഷർട്ട് വരുന്നുണ്ട്. ടീഷർട്ടിനൊക്കെ 50 രൂപയാണ് സ്റ്റാർട്ടിങ് വില വരുന്നത്. പിന്നെ ഷർട്ടിൽ 350ൻ്റെ ഷർട്ടുണ്ട്, 250 200 രൂപയുടെ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണെന്ന് തോന്നുന്നു 200 രൂപേൻ്റെ ഷർട്ട്. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കാണിച്ചിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അത് മറന്നു പോയതായിരിക്കും, വീഡിയോയിൽ പെട്ടെന്ന് മറന്നു പോയതായിരിക്കും. പിന്നെ 100 രൂപേൻ്റെ ഷർട്ടും 150 300 ആ ടൈപ്പ് ഷർട്ടുകളാണ് കൂടുതൽ കാണിച്ചത്. ഈ മഞ്ഞ ഷർട്ടില്ലേ അത് 350 രൂപ റേറ്റ് വരുന്നതാണ്. അത് നല്ല ഷർട്ടാണ്. അതിൻ്റെ കുറേ കളറുകൾ ആ ചേച്ചി എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഷോർട്സിലെ ഇതിനൊക്കെ 100 രൂപ റേറ്റാണ് വരുന്നത്. കട മറക്കണ്ട കേട്ടോ, കോഴിക്കോട് അകത്ത് തന്നെയാണ്. കോഴിക്കോട് SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കട വരുന്നത്. CM റെഡിമെയ്ഡ്സ് എന്നാണ് കടേൻ്റെ പേര്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന നല്ലവരായ ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് കൂടെ കൂട്ടാൻ മറക്കല്ലേ. ഇനി ഞങ്ങൾ പുതിയ മിഠായി തെരുവിലെ പുതിയ വീഡിയോസായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് കിട്ടിയൊരു ഉപകാരമാണല്ലോ. ഞങ്ങൾ